Dr. Ajith Thomas John, the Secretary of the Kaviyur Kochil Kudumbayogam, will now offer the felicitation. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മാത്തുക്കുട്ടി കോശി, മറ്റ് വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട തങ്കച്ചായനും കുടുംബാംഗങ്ങളും, ആദരണീയരായ വൈദികർ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ഇന്നത്തെ ഈ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് കൊച്ചിയിൽ കുടുംബയോഗം കമ്മിറ്റി അംഗങ്ങൾ വലിയ ഒരു ആദരവായി കാണുകയും അഭിമാനം കൊള്ളുകയും ചെയ്തു. കൊച്ചിയിൽ തോമ കുര്യൻ്റെയും സാറാമ്മ കുര്യൻ്റെയും കൊച്ചുമകനായും ശ്രീ പി കെ കോശിയുടെയും മറിയാമ്മ കോശിയുടെയും 5 മക്കളിൽ മൂന്നാമനായി 1935 ജനിച്ച ശ്രീ പി കെ കുര്യൻ എന്ന തങ്കച്ചായൻ 1965 മാസ്റ്റർ ഓഫ് സോഷ്യൽ വെൽഫെയറിൽ ബിരുദാനന്തര ബിരുദം നേടിയെങ്കിലും മാതാപിതാക്കളോടും മണ്ണിനോടുമുള്ള സ്നേഹത്താൽ കൃഷിയിൽ വ്യാപൃതനാകുവാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃഷി അറിവുകൾ നാടിന് ഒരു മുതൽക്കൂട്ടായി തീരുകയും ചെയ്തു. 1966 നവംബർ 28 റെബേക്കാമ്മയെ വിവാഹം ചെയ്യുകയും ഇവർക്ക് ബിനു, ബിന്ദു, ബിജോ എന്ന മക്കൾ ജാതരാകുകയും ചെയ്തു. 3 മക്കളെയും ആവോളം ലാളിച്ച് വളർത്തുവാനും കൊച്ചുമക്കൾക്ക് സ്നേഹ നിർഭര നിമിഷങ്ങൾ സമ്മാനിക്കുവാനും സാധിച്ച തങ്കച്ചായൻ തികഞ്ഞ ദൈവവിശ്വാസിയും കുടുംബസ്നേഹിയുമാണ്. പ്രിയപ്പെട്ട തങ്കച്ചായന് സർവേശ്വരൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കുടുംബയോഗം കമ്മിറ്റി അംഗങ്ങൾ ഈ സുദിനത്തിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കി തന്ന തങ്കച്ചായനോടും കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് ബിജോ കുര്യനോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. 90ാം ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചായന് കവിയൂർ കൊച്ചിയിൽ കുടുംബയോഗത്തിൻ്റെ ആദരസൂചകമായി ശ്രീ അലക്സ് പി ജോർജ് മെമൻറ്റോ നൽകുകയും അധ്യക്ഷൻ കൊച്ചിയിൽ മേലത്തേതിൽ ശ്രീ മാത്തുക്കുട്ടി കോശി പൊന്നാട അണിയിക്കുന്നതുമാണ്. I also take this opportunity to read the words of greetings on this memento. We have chosen a verse from Psalms 90:12. Teach us to remember our days that we may gain a heart of wisdom. Wishing you a day as extraordinary as the 90 incredible years you have lived and all the best life has to offer as you celebrate this impressive milestone. Your amazing 9 decades long journey is a testament to your inner strength and wisdom. May you have many more blessed years of thanksgiving, love and happiness. കൊച്ചിയിൽ കുടുംബയോഗം കമ്മിറ്റി അംഗങ്ങൾ വേദിയിലേക്ക് ഒന്ന് വരുവാനായിട്ട് ക്ഷണിക്കുന്നു. ഹലോ. അടുത്തായിട്ട് നമ്മുടെ ഞാൻ പഠിച്ച തുരുത്തിക്കാട് ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജിലെ എൻ്റെ സീനിയർ ഫ്രണ്ട്സ് സഹപാഠികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ആശംസകളുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ജിജി ചക്കമ്പൂട്ടലിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിന് സാക്ഷിയാകുവാൻ ദൈവം ഞങ്ങൾക്കും അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൊറോണ കാലത്ത് രൂപീകൃതമായ BAM 8891 ഗ്രൂപ്പിൻ്റെ സഹപ്രവർത്തകരാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബിജോയാണ് ആ ഗ്രൂപ്പ് എന്നും ലൈവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ബിജോയുടെ പിതാവിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വന്ന് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ മുൻപ് പലരും പറഞ്ഞതുപോലെ 128-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എങ്ങനെയാകണമെന്നും അവരുടെ അനുഗ്രഹം എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇവിടെ പ്രസംഗത്തിലൂടെയൊക്കെ കേൾക്കുവാനായിട്ടിടയായി.
തുടർന്നുള്ള ജീവിതത്തിൽ ആയുസ്സിനോടൊപ്പം ആരോഗ്യം കൂടെ തന്ന് ദൈവം കാത്തു പരിപാലിക്കട്ടെ. തലമുറകളുടെ നന്മ അനുഭവിപ്പാനും അവരുടെ നന്മ കാണുവാനും സഹോദര മക്കളോട് ഒരുമിച്ച് നിലനിൽപ്പാൻ ദൈവം കുടുംബമായിട്ട് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇപ്പോൾ കോളേജിൻ്റെതായിട്ടുള്ള ഉപഹാരം അപ്പച്ചന് നൽകുന്നതാണ്. ബഹുമാനരെ, ഈ അവസാന നിമിഷങ്ങളിൽ എല്ലാവരും വിശപ്പെടുത്തിയിരിക്കുന്ന സമയങ്ങളിൽ ഇനിയൊരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. എങ്കിൽ പോലും ഒറ്റയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ വരാൻ ഞങ്ങൾ 3-4 പേര് വയ്യമ്മയുടെ വായനശാലയുടെ കെയർ ഓഫിൽ ഇവിടെ വരാനുള്ളൊരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങളുടെ വായനശാലയിൽ ഒത്തിരി അറ്റകുറ്റപ്പണികളുണ്ട്. ഈ വായനശാലയോട് ചേർന്നാണ് പിന്നെ പോസ്റ്റ് ഓഫീസ് നമ്മൾ നിർമ്മിച്ചു കൊടുത്തത്. ആ പോസ്റ്റ് ഓഫീസ് കാലപ്പഴക്കം കൊണ്ട് അങ്ങ് ചോർന്നൊലിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഫണ്ട് കളക്ഷൻ ശേഖരിക്കാം എന്ന് കരുതി ഞങ്ങൾ ആഞ്ഞിലത്താനത്ത് ഒരു ചെറിയ, സാധാരണ ഗ്രന്ഥശാലയുടെ ഫണ്ട് കളക്ഷനൊന്നും അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല. നാട്ടുകാരുടെ പിരിവ് കൊണ്ടാണ് വായനശാല നിർമ്മിച്ചിട്ടുള്ളതും അത് പ്രവർത്തിക്കുന്നതും. പക്ഷേ അതങ്ങ് ചോർന്നൊലിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വായനശാല പോസ്റ്റ് ഓഫീസ് ചോർന്നൊലിക്കുന്നു. അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഫണ്ട് ശേഖരിക്കാവുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ വന്ന് തുടങ്ങിയപ്പം തന്നെ ഏതായാലും നമ്മൾ തങ്കച്ചായൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഞങ്ങൾ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഭാഗ്യത്തിന് 2 മക്കളും തങ്കച്ചാൻ്റെ 2 മക്കളും വീട്ടിലുണ്ട്. അവധിക്ക് വന്നതാണ്. അപ്പോഴത്തേക്ക് അവർ തമ്മിൽ ആലോചിച്ചു എത്ര രൂപ ചിലവാകും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് എത്ര രൂപ ചിലവാകും, നമ്മളിപ്പോൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ, എത്ര രൂപ ചിലവാകുമെന്നൊന്നും അറിയില്ല. എങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞത് അറിയത്തില്ല. എന്നാ പറഞ്ഞാൽ അതിനുള്ള എല്ലാ ഫണ്ടുകളും ഞങ്ങൾ തന്നേക്കാം, നിങ്ങൾ നടത്തിക്കൂ എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ആ ഗ്രന്ഥശാല ഞങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പെയിൻറ്റ് വരെ അടിച്ച്, അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസിന് പിന്നെ അതിന് ചോർച്ച മാറ്റി. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, ഇത് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്, അച്ചായൻ്റെ 90-ാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. അതായത് 89 വയസ്സ് കഴിഞ്ഞ് 90-ലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതും. ഞങ്ങളുടെ ഒരു ഭാഗ്യം, നമ്മുടെ നാടിൻ്റെ ഒരു പ്രസ്ഥാനമാണ് വായനശാല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചു. അപ്പം 90-ാം വർഷം ഞങ്ങൾ സത്യം പറഞ്ഞ വായനശാല ആദ്യമായിട്ട് 89 വർഷം കഴിഞ്ഞ് 90-ലേക്ക് പ്രവേശിക്കുമ്പം ഞങ്ങളൊരു ചെറിയ ഫങ്ഷൻ അവിടെ നടത്തി. അന്ന് തന്നെ ഞങ്ങളൊരു തങ്കച്ചാനെ വിളിച്ച് നമ്മളൊരു ചെറിയ പരിപാടികൾ ചെറിയൊരു പരിപാടികൾ വായനശാല നടത്തുകയുണ്ടായി. അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ വരാൻ കാര്യം. അപ്പം ഞങ്ങൾക്കൊരു വലിയ സഹായം നമ്മുടെ പോസ്റ്റ് ഓഫീസിനും ഗ്രന്ഥശാലയ്ക്കും പിന്നെ തങ്കച്ചായൻ്റെ 90-ാം വാർഷികത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാനും കിട്ടാനും ഞങ്ങൾ സാധിച്ചു. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല, ഞാൻ നിർത്തുന്നു. നമ്മളൊരു ചെറിയ ഉപകാരം കൊടുക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശാന്തമ്മ പൊന്നാടി അണിയിക്കുന്നു. സെക്രട്ടറി സിബി ഇപ്പോൾ മെമൻറ്റോ നൽകുന്നതുമാണ്. ഇത് YMA ആഞ്ഞിലിത്താനത്തെ പ്രതിനിധീകരിച്ചാണ്. ശേഷം നമ്മുടെ കവിയൂർ YMCA, കവിയൂർ ശാല മാർത്തോമ ഇടവക എന്നിവരെ പ്രതികരിച്ചുള്ളവരെ ദയവായിട്ട് മുന്നോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. UK മലയാളികളെ പ്രതിനിധീകരിച്ച് പ്രസാദ് കുമാറിന് വേണ്ടി റോയ് കെന്നത്ത് ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നവതി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചായന് എല്ലാവിധമായ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആദ്യമേ തന്നെ നേർന്നുകൊള്ളുന്നു. പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരാണ് സുറിയാനി ക്രിസ്ത്യാനികൾ. വളരെയധികം പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് കവിയൂർ കൊച്ചിയിൽ കുടുംബം. ആ കുടുംബം
വളരെയധികം പ്രശസ്തരെയും പ്രഗത്ഭരെയും നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ കവിയൂർ കൊച്ചിയിൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ല കിഴക്കുമുത്തൂർ കൊച്ചിയിൽ എന്ന് പറയുന്നതായിരിക്കും. കിഴക്കുമുത്തൂരിൻ്റെ പ്രദേശങ്ങളിലാകെ കൊച്ചിയിലെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളുടെ ആ ഭാഗങ്ങളിലുള്ള എല്ലാ പള്ളികളിലും കൊച്ചിയിൽക്കാരാണ് എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട ബിജോ എൻ്റെ സഹപാഠിയും യുവനസഖ്യത്തിൽ ഒരുമിച്ച് ഞങ്ങൾ അക്കാഡമിയിൽ പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കാലത്തും ബിജോ ഒരു നേതാവായിരുന്നു. UK പോയപ്പോഴും UK മലയാളികളുടെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കാവുന്ന ഒരാളെന്ന നിലയിലേക്ക് ബിജോ മാറിക്കഴിഞ്ഞു. UK മലയാളികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ബിജോ എത്തിച്ചേരുന്നു എന്ന് ഞങ്ങളുടെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും വീക്ഷിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ പാട്ടത്തിൽ പ്രസാദ് കുമാർ ഈ കാര്യത്തിൽ ഈ ആദരവിൽ വന്ന് സംബന്ധിച്ച് അച്ചായനെ പൊന്നാട അണിയിച്ച് ആദരിക്കണം എന്ന് ആവശ്യപ്പെടുകയും അതിനായി പ്രസാദ് കുമാറിന് വേണ്ടിയും UK മലയാളികൾക്ക് വേണ്ടിയും പൊന്നാട അണിയിക്കുകയും ചെയ്യുന്നതാണ്. കവിയൂർ YMCA പ്രതിനിധീകരിച്ച് മിസ്റ്റർ റെജി പോൾ ഇപ്പോൾ ആശംസ അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കവിയൂർ YMCA കഴിഞ്ഞ 1954 മുതൽ കവിയൂർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയാണ്. സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു ഫാമിലിയാണ് ഈ ഫാമിലി. ഞങ്ങളെല്ലാ സ്നേഹത്തോടെയും അത് ഓർക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. ഈ 90 വർഷം ഈ കവിയൂർ പ്രദേശത്ത്, ആഞ്ഞിലത്താനത്ത് പ്രദേശത്ത് ജീവിച്ച് അടയാളപ്പെടുത്തലുകൾ നടത്തി നവതി ആഘോഷിക്കുന്ന, ദൈവം നൽകിയ അവസരങ്ങളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ നവതി പരിപാടികൾ ആഘോഷിക്കുന്ന ഈ തങ്കച്ചായന് എല്ലാ സ്നേഹവും YMCAയുടെ പേരിൽ അറിയിക്കുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ബോർഡ് അംഗങ്ങൾ KC യൂത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൊന്നാട അറിയിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഈ അവസരം നൽകിയ എല്ലാവരോടുള്ള നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. അടുത്തതായി പൂവക്കാല ശാലീം റെസിഡൻസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ രാജു പീടികപ്പറമ്പിൽ ഇപ്പോൾ ആശംസ അറിയിക്കുന്നതാണ്. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, കവിയൂർ നവതി ആഘോഷിക്കുന്ന പ്രിയ തങ്കച്ചായനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൊച്ചി കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളോട് കൂടെ ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഇന്ന് മാതാപിതാക്കളെ നോക്കാതെ അവിടെയും ഇവിടെയും അവരെ തള്ളിക്കളയുന്ന ഈ കാലഘട്ടത്തിൽ ബിനുവും ബിജോയും അവരുടെ സ്നേഹവും കരുതലും അവരെ മാതാപിതാക്കന്മാരോട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ബിനുവിനെയും ബിജോയെയും അഭിനന്ദിക്കുന്നു. അവർ ഈ കാണിച്ച നല്ല പ്രവൃത്തികളെ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരത്തിൽ പ്രിയ തങ്കച്ചായൻ്റെ മാതാവിനെയാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർക്കേണ്ടത്. തങ്കച്ചായൻ്റെ മാതാവെ, ഞങ്ങളുടെ ഈ വാർഡുകളിൽ ഏത് കല്യാണം നടന്നാലും അവിടെ മീൻ വേവിക്കുന്നത് ഞങ്ങളുടെ അമ്മമാരാണ്. അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്നത് കൊച്ചമ്മയാണ്. ഏറ്റവും ഭംഗിയായ രീതിയിൽ അത് പാകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. വളരെ വ്യക്തിബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുമായിരുന്നു. തങ്കച്ചായന് കവിയൂർ ശാലൈ മാർത്തോമാ പള്ളിയുടെ വളരെ നാൾ അൽമായ ശുശ്രൂഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തങ്കച്ചായനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ യുവനസഖ്യം രാഷ്ട്രീയ പിരിവുകൾ, മറ്റു പല പിരിവുകളും ആ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. 72 ശേഷം ഇപ്പോഴും
ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ തങ്കച്ചാൻ ചില കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഒടുവിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ കൂടുതലുള്ള തുകകൾ തന്ന് ഞങ്ങളെ വിടുമായിരുന്നു. തങ്കച്ചാന് നല്ലൊരു പ്രാർത്ഥനാശീലമുള്ള വ്യക്തിയായിരുന്നു, നല്ലൊരു രസികനുമായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് പൂവക്കാല ശാലേം റെസിഡൻ്റ് അസോസിയേഷൻ്റെ എല്ലാ സ്നേഹവും ആദരവും തങ്കച്ചാനെ കവിയൂർ ശാലേം റെസിഡൻ്റ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പീഡിയപ്പുറമിൽ കുടുംബത്തിൻ്റെ സ്നേഹവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ തങ്കച്ചാനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. പീറ്റർബ്രോ മലയാളി അസോസിയേഷന് വേണ്ടി മിസ്റ്റർ റോയ് ഇപ്പോൾ ആശംസ അറിയിക്കുന്നതാണ്. സ്നേഹിതരെ, ഞാൻ വരുന്നത് പീറ്റർബ്രോയിൽ നിന്നാണ്. ബിജോയുടെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖലയുടെ ചുവട്ടിൽ നിന്നാണ് വരുന്നത്. എനിവേ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫാമിലിയായിട്ട് അപ്പച്ചൻ്റെ വീട്ടിൽ പോകാനും സംസാരിക്കുവാനും അടുത്ത് പരിചയപ്പെടാനും ഇടവന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞൊരു കുടുംബമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ബിജോയെ സംബന്ധിച്ച് ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു കത്തോലിക്കനാണ്. കാത്തലിക് കാഞ്ഞിരപ്പള്ളി ഡയോസസിന് കീഴിൽ ഉള്ള ആളാണ്. പക്ഷേ മാർത്തോമ സഭ എന്ന് പറയുന്ന ഒരു സഭയുടെ ഞാൻ പീറ്റർബ്രോയിൽ എത്തുമ്പോൾ 4-5 ഫാമിലി മാത്രമേ മാർത്തോമ സഭയിൽ ഉള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ബിജോ അവിടെ പീറ്റർബ്രോയിലേക്ക് മൂവ് ചെയ്തു. എനിക്ക് തോന്നുന്നു 2013 അല്ലേ, 2010 ഞാൻ ബിജോ കുരുവിള അവിടെ എത്തി. അന്ന് മുതലുള്ള പരിചയമാണ് ബിജോയുമായിട്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 45 ഫാമിലി ഒരൊറ്റയടിക്ക് പീറ്റർബ്രോയിലേക്ക് മൂവ് ചെയ്തു. അതിന് ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം, മാർത്തോമാ സഭ എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാ സഭകൾക്കും ഒരു മാതൃകയായി നിൽക്കുന്ന ഒരു സഭയാണ് മാർത്തോമാ സഭ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ IOC-യുടെ പീറ്റർബ്രോ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് ഷൈനു ചേച്ചി കാര്യങ്ങളെല്ലാം പറഞ്ഞു, ചാരിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഇപ്രാവശ്യത്തെ പീറ്റർബ്രോയുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളൊരു അസോസിയേഷൻ, അങ്ങനൊരു ക്രിയേറ്റീവ് അസോസിയേഷൻ അല്ല, മലയാളികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെ ഒറ്റ കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പീറ്റർബ്രോ. ഇന്ന് വരെ ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ ദൈവാനുഗ്രഹം. അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും മെയിൻ സ്പോൺസർ, അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, മെയിൻ സ്പോൺസർ കൂടുതലൊന്നും ആഗ്രഹിക്കാതെ പുള്ളി മെയിൻ സ്പോൺസർഷിപ്പ് ഈ വർഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷത്തെ മെയിൻ സ്പോൺസർ ബിജോ കുരുവിള ആയിരിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ പീറ്റർബ്രോ മലയാളത്തിൻ്റെ പേരിൽ ഒരുപാട് താങ്ക്സ് പറയുന്നു. പീറ്റർബ്രോ മലയാളിയുടെ പേരിൽ ബിജോയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. അതുപോലെ അപ്പച്ചന് ഞങ്ങളിനി 100-ഉം 110-ഉം ഒക്കെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഇടപെടട്ടെ എന്ന് ദൈവത്തോട് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവരുടെയും പീറ്റർബ്രോയിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. താങ്ക് യു. ഔൾ ഫിനാൻഷ്യലിസ്റ്റ് ആൻഡ് കുര്യൻ ഫിനാൻഷ്യലിസ്റ്റിനെ പ്രതിനിധീകരിച്ച് സജി ഇപ്പോൾ ആശംസ അറിയിക്കും. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും വാത്സല്യവാനായ തങ്കച്ചായൻ്റെ ഈ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ തങ്കച്ചാനെ പരിചയമുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ ബിജോയ് ചാനലിലൂടെയാണ്. ഞാൻ UK-യിലാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ബിജോയ് ചാനെ പരിചയപ്പെടാൻ സാധിക്കുകയും
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടീമിൽ ആണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒരു നല്ല മനുഷ്യസ്നേഹിയും നല്ലൊരു വഴികാട്ടിയുമായ ബിജോയ് ചാനെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ ഞാൻ ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാര്യം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ മുൻ പ്രഭാഷകരൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഈ തങ്കച്ചാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. അങ്ങനെ ഉള്ളൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കണം ആ ഒരു സ്നേഹവും വാത്സല്യവും ബിജോയ് ചാനും കിട്ടിയത്. കാര്യം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ അവരുടെ പ്രശ്നങ്ങളിൽ നേരിടപെട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളത്. അപ്പം എന്തായാലും ഇവിടെ വരാൻ സാധിച്ചാലും ഈ തങ്കച്ചായൻ്റെ ഈ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും എനിക്ക് എൻ്റെയുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തിലും എല്ലാവിധ ആയുസ് ആരോഗ്യങ്ങളും ജഗദീഷൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ബിജോച്ചൻ്റെ സ്വന്തം സ്ഥാപനമായ കൊറിയൻസ് ഫൈനാൻസിൻ്റെ പേരിലും ഞങ്ങൾ UK വർക്ക് ചെയ്യുന്നതായ ഞങ്ങളുടെ ഓൾ ഫൈനാൻഷ്യൽസിൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഞങ്ങൾ അതിനുവേണ്ടി പൊന്നാട അണിയിച്ച് ഞാൻ അദ്ദേഹത്തെ ആശംസ അറിയിക്കുന്നു. ഗ്ലോറിയ ന്യൂസിന് വേണ്ടി ചീഫ് എഡിറ്റർ അഭിജിത്ത് പാറയിലും ടിംസൺ ഇപ്പോൾ ഷോൾ അണിയിക്കുന്നതാണ്. പതികാട് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് വികാരി സ്കറിയ എൻ ഫിലിപ്പ് അച്ഛനെ ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. 90 ആണ്ട് നടന്ന വ്യക്തിക്ക് അതിൻ്റെ പകുതി പോലും ആകാത്ത ഒരാൾ ആശംസ പറയുക എന്നുള്ളത് അത്ര യുക്തിഭദ്രമല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു നൂറ്റാണ്ടിനടുത്ത് ദൈവം നടത്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നവതി എന്നാണ് നാം പറയുന്നത്. നവം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് 9 എന്നും 2 പുതിയതെന്നും. സത്യത്തിൽ നവതി ആഘോഷിക്കുമ്പോൾ ഒരു പുതുക്കം കൂടെയാണ്. സാധാരണ ആയുർവേദത്തിലൊക്കെ ശരീരത്തിൻ്റെ പുതുക്കത്തിനായിട്ട് കായകൽപ്പം പോലെയുള്ള ചികിത്സാവിധികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മനസ്സിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ ഒരു പുതുക്കം, സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ റിജുവനേഷൻ, അതുകൂടിയാണ് ഇന്ന് ഈ പ്രിയ പിതാവിന് ഉണ്ടാകുന്നത്. അത് തുടർന്നും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. ഞാനിവിടെ ആയിരിക്കുന്നത് അപ്പച്ചൻ്റെ മൂത്ത മകൻ ബിനു വിവാഹം കഴിച്ചിരിക്കുന്നത് ലൈജു എൻ്റെ കസിനാണ്. ലൈജുവിൻ്റെ പിതാവിൻ്റെ കുടുംബമായ എണ്ണിക്കാട്ട് തുണ്ടിയിൽ കുടുംബത്തിൻ്റെ പേരിലും മാതൃകുടുംബമായ നീരുവിലായിൽ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ എല്ലാ ആശംസകളും നന്മകളും പ്രിയപിതാവിന് സമർപ്പിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കവിയൂർ ശാലെ മാർത്തോമ ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെക്രട്ടറി മിസ്റ്റർ രാജൻ വർഗീസ് ഇപ്പോൾ ആശംസ അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട തങ്കച്ചായൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കവിയൂർ ശാലെ മാർത്തോമ ഇടവകയുടെ പേരിലുള്ള ആശംസകൾ അറിയിക്കുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കുകയാണ്. നവതിയിലേക്ക് നടന്നു നീങ്ങുന്ന പൂവക്കാല പടിഞ്ഞാറയിൽ തങ്കച്ചായൻ്റെ സന്തോഷത്തിൽ കവിയൂർ ശാലെ മാർത്തോമ ഇടവക ആത്മാർത്ഥമായി പങ്കുചേരുന്നു. കഴിഞ്ഞ 90 വർഷക്കാലം ജീവിക്കുവാനായിട്ട് ആയുസ് കൊടുത്ത ദൈവം തമ്പുരാന് ഇടവകയായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇടവകയുടെ തെക്ക് ഭാഗം പ്രാർത്ഥനാ യോഗത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പൂവക്കാല പടിഞ്ഞാറേതിൽ കുടുംബം. 85 വർഷം പഴക്കമുള്ള കവിയൂർ ശാലെ മാർത്തോമ ഇടവകയിൽ ആദ്യകാലം മുതൽ ഈ കുടുംബം സജീവമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഇടവകയിൽ സജീവമായി നിന്ന ആ പാരമ്പര്യത്തിൽ തങ്കച്ചായനും പനമാമ്മയും അത് തുടർന്ന് മക്കളായ ബിനുവും ബിജോയും ബിന്ദുവും അവർ കുടുംബമായി നമ്മുടെ ആരാധനയിലൊക്കെ പങ്കെടുക്കുകയും ഭൗതികവും ആത്മീയമായ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. അവർ സൺഡേ സ്കൂളിൽ പഠിച്ചു, യുവജന സഖ്യത്തിൽ പഠിച്ചു. അതിൻ്റെ അനുഗ്രഹം അവർ ചെന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി. ബിജോ നമ്മുടെ ഇടവകയുടെ 2001-2002 വർഷത്തെ ഇടവക സെക്രട്ടറിയായി, പിന്നീട് യുവജന സഖ്യത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. തുടർന്ന് ഇപ്പോൾ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൽ നിന്നുള്ള
കൗൺസിൽ അംഗമായിട്ട് സേവനം ചെയ്യുന്നു. മരുമകനായ ക്യാപ്റ്റൻ JM തോമസ് കഴിഞ്ഞ ടേമിൽ സഭയുടെ കൗൺസിൽ അംഗമായിട്ടും സേവനമനുഷ്ഠിച്ചു. തങ്കച്ചായൻ ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ദീർഘകാലം ആത്മായ ശുശ്രൂഷകനുമായിരുന്നു. മധുബഹായിലെ ശുശ്രൂഷ അച്ഛന്മാരോടൊപ്പം ചേർന്ന് നിർവഹിക്കുവാൻ തങ്കച്ചായന് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 40-ാം വെള്ളിയാഴ്ചയും അച്ചായൻ മധുബഹായിൽ ശുശ്രൂഷ ചെയ്തു. അച്ചായൻ്റെ ശ്രവണമനോഹരമായ ശബ്ദത്തിൽ മധുബഹായിൽ നിന്ന് ഉയരുന്ന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ ആത്മീയതയുടെ അലൗകികമായ അനുഭൂതിയിലേക്ക് ആരാധകരെ അണിനയിപ്പിക്കാനായിട്ട് അച്ചായൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അച്ചായൻ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും സന്തോഷത്തോടെ ഇടവുകയും സ്വതസിദ്ധമായിട്ടുള്ള നർമ്മ ശൈലിയിൽ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് മടങ്ങിപ്പോകുന്നതും ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആഞ്ഞിലിത്താനത്ത് ചന്തയുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്ന ആ പ്രദേശത്ത്, താൻ അധ്വാനിച്ചുണ്ടാക്കിയതായ പച്ചക്കറിയും പാളത്തൈരും കൊണ്ടുചെന്ന് അതിരാവിലെ തലച്ചുമടുമായിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ തങ്കച്ചായൻ വരാനായിട്ട് കാത്തു നിൽക്കുന്നത് ഞങ്ങൾ ബാല്യക്കാരായ സമയത്തൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നും കിട്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയാൽ അതൊരു അനുഗ്രഹമായിരിക്കും, അതിലൊരു കലർപ്പുമില്ല, മനോഹരമായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അത് ചെയ്തിരുന്നത്. അത് കവിയൂർ ശാലേം മാർത്തോമായിലെ ഇടവക അംഗമാണ് എന്നതിൽ ഞങ്ങൾക്കും നല്ലൊരു സാക്ഷ്യത്തിന് അവസരമായി തീർന്നു. തനിക്ക് ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ അവഗണിച്ച് 1960കളിൽ മുതൽ ശക്തമായി ഇടവകയിൽ നിലനിന്ന ഒരു വ്യക്തിത്വം. ഈ പോക്കാല കുന്നിൻ്റെ ചെത്തവും ചൂരും അതുപോലെ തന്നെ ഉൾപ്പുളകങ്ങളും ഏറ്റുവാങ്ങി ഇവിടുത്തെ നെടുങ്കൻ ചരൽപാതകളിൽ നെടുകയും കുറുകയും നടന്ന് സ്നേഹസൗഹാർദ്ദങ്ങൾ പങ്കുവെച്ച് ഇപ്പോഴും ലൈവായിട്ട് സന്തോഷത്തോടെ നിലനിൽക്കുന്ന തങ്കച്ചാനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കേവർക്കും സന്തോഷമുണ്ട്. തനിക്ക് ലഭിച്ച സമ്പത്ത് സമസൃഷ്ടങ്ങൾക്ക് വീതിച്ചു കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഈ ചാരിറ്റി പ്രോഗ്രാമൊക്കെ തുടങ്ങിയതിൽ ഇടവകയായിട്ട് ആ കുടുംബത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. മാതാപിതാക്കളെ കരുതുന്ന മക്കൾ 3 പേരും എല്ലാ കാര്യത്തിനും അവരുടെ സന്തോഷത്തിൽ സമയം ചെലവഴിക്കുവാൻ കണ്ടെത്തി എന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, നല്ലൊരു മാതൃകയാണ്. നവതിയുടെ നിറവിൽ നാഥൻ നൽകിയ നന്മകൾ നാടിനും നാട്ടാർക്കും പകുത്തു നൽകാൻ സന്മനസ് കാട്ടുന്ന തങ്കച്ചായ, അങ്ങയുടെ ആത്മീയ ജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്തിയ പൂർവ്വപുണ്യങ്ങൾ കൊണ്ട് പവിത്രമായ പൂവക്കാലാക്കുന്നിൽ പരിലസിക്കുന്ന കവിയൂർ ശാലേം മാർത്തോമ ഇടവകയുടെ സ്നേഹോഷ്മളമായ ആത്മാർത്ഥമായ ആശംസകൾ ആദരപൂർവ്വം അർപ്പിക്കുന്നു. വരും കാലങ്ങളിൽ കൂടുതൽ സന്തോഷത്തോടെ പൊന്നമ്മാമ്മയോടൊപ്പയും മക്കളോടെയും മരുമക്കളോടെയും കൊച്ചുമക്കളോടൊക്കെയും ജീവിച്ച് നല്ല നന്മകൾ നൽകുവാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കവിയൂർ ശാലേം മാർത്തോമായുടെ ഇടവകയുടെ ആദരസൂചകമായി പൊന്നാട അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട വികാരി ബിനു തോമസ് അച്ഛനെയും പ്രിയപ്പെട്ട ചുമതലക്കാരെയും ക്ഷണിക്കുന്നു. ബിജോ കുരുവിള കുര്യൻ്റെ സുഹൃത്ത് ജ്യോതിസ് ഇപ്പോൾ ആശംസ അറിയിക്കുന്നതും പൊന്നാട അണിയിക്കുന്നതുമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബിജോ കുരുവിള കുര്യൻ്റെ റെപ്രസെൻ്റ് ചെയ്താണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 1990-2000 കാലഘട്ടത്തിൽ കവിയൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, തിരുവല്ലയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മാർത്തോമ യുവജന സഖ്യത്തിലേക്ക് കുറേയധികം ചെറുപ്പക്കാരെ എക്വിപ്പ് ചെയ്യുവാനും അവരെ മെൻറ്റർഷിപ്പ് കൊടുത്ത് ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റിയുള്ള യൗവനക്കാരായി വളർത്തിയെടുക്കുവാനും ശ്രീ ബിജോ കുരുവിള കുര്യൻ നടത്തിയിട്ടുള്ള ശ്രമം വളരെ അഭിനന്ദനീയമാണ്. ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയ അപ്പച്ചനെ പറ്റി വളരെയധികം കൃത്യമായ രീതിയിൽ ഇവിടെ എനിക്ക് മുൻപേ പ്രസംഗിച്ച പ്രിയപ്പെട്ടവർ അപ്പച്ചൻ്റെ നന്മകളെപ്പറ്റി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. തീർച്ചയായും ആ അപ്പച്ചൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുത്രൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട ബിജോ കുരുവിള കുര്യൻ ഞങ്ങൾക്കൊക്കെയും ഒരു മാതൃകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് കാലഘട്ടം
മാതാപിതാക്കളെ മറക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പ്രിയ അപ്പച്ചൻ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നവതി ഹൃദയപൂർവ്വം തങ്കച്ചായൻ എന്നുള്ളൊരു സെലിബ്രേഷൻ നടത്തുവാൻ പ്രിയ മകനെ ദൈവം, പ്രിയ കുടുംബാംഗങ്ങളെ ദൈവം ബലപ്പെടുത്തി. പ്രത്യേകമായും 90-2000 കാലഘട്ടത്തിൽ മാർത്തോമ യുവന സഖ്യത്തിൽ പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ഞങ്ങൾ അണിയിക്കുകയാണ്. ദൈവം അപ്പച്ചനെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ജോർജിയൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ സ്ഥാപനം ഉടമ ജെയ്സി മുന്നോട്ട് കടന്നു ഓർപ്പിക്കുന്ന പോലെ പ്രിയപ്പെട്ട സോമരാൻ സാറും മുന്നോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. കുര്യൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ കുടുംബത്തിനുള്ള ജർമ്മൻ നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് സപ്പോർട്ടിനുള്ള ചെക്ക് ഇപ്പോൾ അതിൻ്റെ സ്ഥാപന ഉടമ ജെയ്സി ഇപ്പോൾ നമ്മുടെ പുനലൂർ സോമരാൻ സാറ് നൽകുന്നതായിരിക്കും. പീറ്റർബറോയിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുകയും വസിക്കുകയും ചെയ്യുന്ന പീറ്റർബറോ, കേംബ്രിഡ്ജിലുള്ള പീറ്റർബറോയിൽ നിന്നും എൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇടവക്കാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നാട്ടിൽ അവധിക്ക് വന്നിട്ടുള്ള കുറേയധികം ജനങ്ങൾ എൻ്റെ വലത്തുവശത്ത് നിങ്ങൾക്ക് കാണാം. അവരെല്ലാവരും ചേർന്ന് പിതാവിനെ ആദരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ സ്റ്റേജിലോട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്ലീസ്. ഇപ്പോൾ ഉപഹാര സമർപ്പണ സമയമാകുന്നു. ക്ഷണം സ്വീകരിച്ചെടുത്തിയ നമ്മുടെ പുനലൂർ സോമരാജൻ സാറും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, മനോരമയുടെ സബ് എഡിറ്ററായിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ തോമസ് ഉടിച്ചാൻ, ഇവരെല്ലാവരും സ്റ്റേജിലുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൽ വരികയും സംബന്ധിക്കുകയും ധന്യമാക്കുകയും ചെയ്തവരുള്ള നന്ദിയിരിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്നേഹ ഉപഹാരം ഈ സമയത്ത് സാമാധ്യച്ചനോടൊപ്പം തന്നെ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്രേ. ഇപ്പോൾ സോമരാജൻ സാറിന് ഉപഹാരം നൽകുന്നതിനായിട്ട് പിതാവിനോടൊപ്പം സാമാധ്യച്ചനെയും ക്ഷണിക്കുന്നു. മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ വർഗീസ് തോമസ് സാറിനുള്ള കുടുംബത്തിൻ്റെ സ്നേഹോപഹാരവും സാമാധ്യച്ചനും പിതാവുമായി ചേർന്ന് നൽകുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ UK പ്രസിഡന്റായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീമതി ഷിനു ക്ലെയർ മാത്യൂസിനുള്ള ഉപഹാരവും പിതാവും സാമാധ്യം ചേർന്ന് നൽകുന്നു.